ഹായ്, എൻ്റെ പേര് രശ്മി എന്നാണ്. ഞാൻ VK നഴ്സസ് അക്കാഡമിയിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. കഴിഞ്ഞ DHSൻ്റെ എനിക്ക് റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ജനറൽ ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകരയിലെ സ്റ്റാഫ് നഴ്സാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം സുരേഷ് സാർ എന്നോട് പറഞ്ഞു, അബ്രോഡ് നഴ്സസ് തന്നെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഈ PSC അബ്രോഡ് ഇരുന്നുകൊണ്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുക, ഇത് പോസിബിൾ ആണോ, നമുക്ക് നാട്ടിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്, എല്ലാവർക്കും പേടിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് സാർ എന്നോട് പറഞ്ഞത് രശ്മിയുടെ അനുഭവം പറയണമെന്നുള്ള കാര്യം. നമുക്ക് ഗൾഫിലിരുന്നുകൊണ്ട് എക്സാം എഴുതാൻ പറ്റും. ഗൾഫിലിരുന്നിട്ട് നമുക്ക് ഓൺലൈനായിട്ട്, എസ്പെഷ്യലി VK നഴ്സസ് അക്കാഡമി ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലാസ് മാത്രമല്ല, സാറിൻ്റെ ഇൻസ്പിറേഷനും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് നാട്ടിൽ വന്നിട്ട് എക്സാം എഴുതാൻ പറ്റും. ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിൽ നമുക്കൊരു PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് അത് പ്രോസസ്സിങ് കഴിഞ്ഞൊരു ജോലിയായി വരാൻ ഇച്ചിരി ഒരു സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഗൾഫിൽ സെറ്റിൽ ആവാൻ പറ്റും, ഫിനാൻഷ്യലി നമുക്കൊന്ന് സ്റ്റേബിൾ ആകാൻ പറ്റും. തിരിച്ച് നമുക്ക് നാട്ടിൽ ജോലി കിട്ടി നമുക്ക് അഡ്വൈസ് വരുന്ന സമയത്ത് നാട്ടിൽ തിരിച്ചു വരാനും പറ്റും. അങ്ങനെ ഒരു നല്ല ഓപ്ഷനുണ്ട്. പിന്നെ നമ്മുടെ ഹോണറബിൾ ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒരു പക്ഷേ നമ്മൾ ഗൾഫിൽ കമ്മിറ്റഡ് ആണ്, നമുക്ക് ഓടി വരാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാലത്തേക്ക് നമുക്ക് റിലാക്സേഷൻ നമ്മുടെ ഗവൺമെൻറ് തരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വന്ന് തിരിച്ച് ജോയിൻ ചെയ്യാം. അതായത് നമുക്ക് ഗൾഫിലായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ലൈഫ് നമുക്ക് നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ പറ്റിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഗവൺമെൻറ് നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ നഴ്സസിനും പറ്റും, എല്ലാവരുടെ ആഗ്രഹമാണ്, എല്ലാ പ്രവാസികളുടെ ആഗ്രഹമാണ്, എസ്പെഷ്യലി നഴ്സസിൻ്റെ കുറച്ച് സമ്പാദിക്കുക, നാട്ടിൽ വന്ന് സെറ്റിൽ ആവുക എന്നുള്ളത്. നിങ്ങൾക്കും എല്ലാവർക്കും അത് പോസിബിൾ ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക. എല്ലാവരും ഓൺലൈനായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, പഠിക്കുക, എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. എപ്പോഴും എഡ്യൂക്കേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, നമുക്ക് എഡ്യൂക്കേഷനുള്ള നമുക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ പറ്റും. സോ എല്ലാവരും മാക്സിമം പഠിക്കുക.